ഇന്ന് നമ്മളൊരു ചീരത്തോരനാണ് ചെയ്യുന്നത്. നമ്മൾ അഗസ്ത്യ ചീരയൊക്കെ പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൊന്നാരി വീരൻ ചീര എന്ന് പറയും. ഈ തകര ഇലേൻ്റെ ഇനത്തിൽപ്പെട്ട ഒരിലയാണിത്. അപ്പോൾ ഇത് വളരെ ഔഷധ ഗുണമുള്ള, അതായത് ഷുഗറിനായാലും കൊളസ്ട്രോള് അതുപോലെ BP ഇതിനൊക്കെ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇലയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉതിർത്തെടുത്തിട്ട് നേരിയതായിട്ട് മുറിച്ചെടുക്കണം. ഈ ഇല എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അതുകൊണ്ട് കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട്. മക്കൾ വരുമ്പം കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു തോരൻ ചെയ്യാമെന്ന് വെച്ചു. ഇതങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് അറിയില്ല. കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൻ്റെ പൂവൊരു മഞ്ഞ നിറത്തിലാണ്, അതും നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഇലയെല്ലാം അടുക്കി വെച്ചിട്ട് നേർങ്ങനെയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ, ഒരു സവാള എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി, പച്ചമുളക് ഒരു 3-4 എരിവിന്, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3-4 പച്ചമുളകുകൾ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, ഇത് വഴണ്ടി വരാനുള്ള ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് കളറ് മാറി വരണം, എന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച നീരങ്ങ് മാറണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇലയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇലയൊന്ന് വാടിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ടാണ് വാടിയതിന് ശേഷം എന്ന് പറയുന്നത്. ഒന്ന് എല്ലായിടത്തേക്കും പിടിച്ചതിന് ശേഷം നമ്മളിതിനെ മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് വേകുമ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഇലേൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് എഗെയിൻ നമ്മളതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് ഈ മുളകും മഞ്ഞളും പൊടി ജീരകത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒറ്റക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ചില്ലി എടുത്തതിന് ശേഷം ഒന്നും കൂടെ കുറച്ച് നേരം മൂടി വെക്കുക. ആ തേങ്ങയൊന്ന് ചൂട് തട്ടണം. അപ്പോൾ തേങ്ങയും ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളൊന്ന് ഇളക്കുക. അപ്പോൾ തോരൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലേക്കൂടെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം.